കോൺഗ്രസിനൊപ്പം ചേർന്ന് സംസ്ഥാനം ഭരിച്ചതിന് സി അച്യുതമേനോൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ തള്ളിപ്പറയുന്ന CPM-നെ ലക്ഷ്യം വെച്ചായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. നവകേരള ശില്പിയെന്ന് പലരെയും പറയാമെങ്കിലും ആദ്യം പറയേണ്ടത് അച്യുതമേനോന്റെ പേരാണ്. സത്യം രേഖപ്പെടുത്തേണ്ട ചരിത്രകാരന്മാരും അച്യുതമേനോൻ സർക്കാരിനെ ഇടതു സർക്കാരെന്ന് പറയാൻ തയ്യാറാകുന്നില്ലെന്നും ബിനോയ് വിശ്വം. 57 കഴിഞ്ഞാൽ ആ ചരിത്രകാരന്മാർ പറയുന്നു പിന്നെ ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ഉണ്ടായത് 80-ലാണെന്ന് പറയുന്നു. 80 വരെ പിന്നെ അവരുടെ കണ്ണിൽ ശൂന്യകാലാവധിയാണ്. ആ ശൂന്യകാലാവധിയാണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ലെഫ്റ്റായ ഇടതുപക്ഷമായ നയങ്ങളും നടപടിയും ഘോഷയാത്ര പോലെ ഉണ്ടായത് ആ കാലത്താണ്. തിരുവനന്തപുരം മ്യൂസിയത്തിന് എതിർവശം അച്യുതമേനോന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിലായിരുന്നു CPM-നെതിരെ ബിനോയ് വിശ്വത്തിന്റെ പരോക്ഷ വിമർശനം. 10 അടി ഉയരമുള്ള ശില്പത്തിന് അച്യുതമേനോന്റെ ഛായയില്ലെന്ന വിമർശനങ്ങൾക്കും മറുപടി. കണ്ണാകട്ടെ സാക്ഷി, സത്യമാകട്ടെ സാക്ഷി. അപ്പോൾ ബോധ്യഭാഗം ആ പ്രതിമ എത്രമാത്രം അർഹവുമായി സദൃശ്യമുള്ള ഒന്നാണ്. പ്രതിമയ്ക്ക് രൂപസാദൃശ്യമില്ലെന്ന് തുടക്കത്തിൽ പ്രതികരിച്ച അച്യുതമേനോന്റെ മകൻ ഡോക്ടർ വി രാമൻകുട്ടിയും നിലപാട് മാറ്റി വേദിയിലെത്തി. ഉണ്ണി കാനായിയാണ് ശില്പം നിർമ്മിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.